നാടകത്തിന്റെ ആശാനാണ്. പല്ലശാന കുമാരൻപുത്തൂർ മണിയാശാൻ. പിന്നെ നമുക്കറിയില്ലേ ഏട്ടാ, ഇപ്രാവശ്യത്തെ കളി എങ്ങനെയുണ്ട് ഈ സീസണില്? അല്ല, നന്നായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. അല്ല മണിയാശാനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പൊറാട്ട നാടകത്തിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ വളരെ നിലവാരം കുറഞ്ഞ ഒരു സംസാര രീതി. ഉദാഹരണത്തിന് ഇപ്പോൾ സിനിമയിൽ നിലവാരം കുറഞ്ഞ പോരാട്ട നാടകം, രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ പോരാട്ട നാടകം എന്നൊക്കെ പറഞ്ഞ് വളരെ നിലവാരം കുറച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. എന്താണ് അതിൻ്റെ വസ്തുത? ഈ ആൾക്കാരിങ്ങനെ മോശമായിട്ട് ഈ പൊറാട്ട നാടകത്തിനെ കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല. ഇത് ദൈവീക കലയാണ്. മണിയേട്ട എത്ര വർഷമായി ഈ പൊറാട്ട നാടകമായിട്ട്? 60 വർഷം ആയി ഈ പൊറാട്ട നാടകം. എന്താണ് ഈ പോരാട്ടം കളി എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ദാരിദ്ര്യം തന്നെയാണ്. ദാരിദ്ര്യം? ദാരിദ്ര്യം തന്നെ. 3 നേരം ചോറ് കിട്ടും. അതാണ് പൊറാട്ട് നാടകം പഠിക്കാൻ കാരണം. അല്ല മണിയാസാനെ, ഇത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 100-400 കൊല്ലമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒരു അന്തവും കൊണ്ടുപോകുന്നില്ല. ഇതേ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാം. ഒന്ന് മണിയാസ അതിനെക്കുറിച്ച് ഒന്ന് നന്നായി പറയും. ഈ 400 കൊല്ലത്തെ പൊറാട്ട് നാടകം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പൊറാട്ട് നാടകത്തിൻ്റെ ഉത്ഭവം പല്ലഞ്ചാത്തലൂർ എന്ന കുടൽമന്നത്തിനടുത്ത് ആ പ്രദേശത്തൊരു രാരനും കണ്ണിനും ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും. അവരൊന്ന് ഓലക്കുട കെട്ടി വലിയ ജന്മാരുടെ മേലാളന്മാരുടെ വീടുകളിൽ കൊണ്ട് കൊടുത്ത് എന്നിട്ടാണ് ഉപജീവനം കഴിക്കുന്നത്. ഇത് ആരാ വരുന്നു നോക്ക്, നമ്മുടെ പാലക്കാടൻ ജാമിച്ചാണ്. ഇതാണ് വടവന്നൂർ കുമരേഷ്. എന്താ ചാവണ്ടിയേട്ടാ, എല്ലാവരും കാണുന്നു. മണിയേട്ടൻ, ജിനീഷേട്ടൻ, അശോകേട്ടൻ. എന്തത് കഥ? കുമരേഷിനെ കാരണം കൊണ്ട് കുറേ നാളായി. എന്താണ് പറയുക? എന്താണ് പരിപാടികളൊക്കെ നന്നായി പോണോ? അങ്ങനെ പോണ്, ദൈവം സഹായിച്ചിട്ട്. എന്താ മണിയേട്ടാ, ഇപ്പൊ വലിയൊരു ഭാഗ്യം കിട്ടി ചാവണ്ടിയേട്ടന്റെ കടയിൽ നിന്ന്. നിങ്ങളെ കാണണം പറഞ്ഞിട്ട്, നിങ്ങളുടെ കളി കാണണം പറഞ്ഞിട്ട് കൂടലേ ഇല്ല. എന്താ സീസണൊക്കെ ഗംഭീരമായ പരിപാടി അങ്ങനെ പോണോ? സഹായം കൊണ്ട് പണിക്കൊക്കെ പോയിട്ട് വന്നു ഒരു കളിയും കളിച്ചു കഴിഞ്ഞ. ഞങ്ങള് മണിയേട്ടന്റെ അടുത്ത് ഈ പൊറാട്ട് കളി കാര്യങ്ങള് അതിന്റെ ഉത്ഭവം അങ്ങനെ ജസ്റ്റ് ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് കുമരേഷ് പറഞ്ഞത്. എന്തായാലും സന്തോഷമായി. ഈ കുമരേഷിന് ഈ പൊറാട്ട് കളി കൂടുതൽ പേർക്ക് ഇവിടെ നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും അറിയില്ല. അപ്പൊ കുമരേഷ് ഒന്ന് നല്ല രീതിയിൽ അറിയാവുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ അല്ലേ ചവണേട്ടാ? ഞങ്ങൾ എല്ലാവർക്കും അറിയുകയും ചെയ്യും, നമ്മുടെ നാട്ടുകാർക്കും അറിയും. മണിയേട്ടനുണ്ടാവുമ്പോ പൊറാട്ടൻ കളിന്റെ ചരിത്രമേ പിന്നെ ആരുടെ അടുത്ത് ചോദിക്കാനില്ല. എന്നാലും എന്റെ അറിവിലുള്ളത് ഞാനും പറയാം, അത്രേ ഉള്ളൂ. കേട്ടാ, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിച്ചമർത്തൽ, അനീതി, ജാതി വ്യവസ്ഥ, ഇതിനെതിരായി കലയുടെ ഭാഷയിൽ പ്രതികരിച്ച ജനകീയ വേദിയാണ് പൊറാട്ട് നാടകം. പക്ഷെ ഈ ചോദ്യക്കാരന്റെ ചോദ്യം മുഴുവൻ സമൂഹത്തോടാണ്. ഇല്ല മണിയേട്ടാ, പറയേ. ചോദ്യക്കാരൻ നമ്പർ 1 ആണ് നമ്മുടെ നല്ലേപ്പുള്ളി നാരായണച്ചൻ, നമ്മുടെ നാരായണച്ചൻ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അല്ല കുമരേഷേ, ഈ പൊറാട്ട നാടകത്തെ കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് എന്താ അഭിപ്രായം? ഇതിലേക്ക് ആരെങ്കിലും ഇപ്പോ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു കാലഘട്ടത്തില് പൊറാട്ട് നാടക കലാകാരന്മാർക്ക് പെണ്ണു കിട്ടില്ല. പക്ഷെ ഇപ്പൊ സ്ഥിതിയൊക്കെ മാറിയിട്ടോളെ. കേരള സർക്കാർ ഈ കല്ലിനെ അംഗീകരിച്ചു. സംഗീത നാടക അക്കാദമി, പോപ്പുലർ നാടക അക്കാദമി അവാർഡുകളൊക്കെ കൊടുത്ത് ഈ കലാകാരന്മാരിനെ സംരക്ഷിച്ചു വരികയാണ്. ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ഒരുപാട് കലാകാരന്മാർ ഈ കലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടേ എന്നെ പൊറാട്ടം കളിക്ക് വിളിച്ചാണ്ടാ 10 വർഷം കല. ഈ രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് നേരം വെളുക്കുന്ന വരെ കളിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുമോ? ഞാൻ പറ്റില്ല പറഞ്ഞ് വേണ്ട വെച്ചാണ്. നേരം വെളുക്കണം കളിക്കാൻ വന്നപ്പോ എന്തൊക്കെ കളിയാണ് കളിക്കാത്ത? അച്ചോട്ടാ, നേരം വെളുക്കുന്നവരെ ഓരോ പൊറാട്ടുകളും കളിക്കണം. അതിൽ ദാസിയാണ് ആദ്യം വെച്ചത്. അത് കഴിഞ്ഞ പൂക്കാരി, കവറിയും കവർച്ചി, മണ്ണാനും മണ്ണാത്തി, തള്ളമണ്ണാത്തി, ചെറുമീൻ ചെറുമൻ, ചക്കിലും ചക്കിൽച്ചി, കുറവനും കുറത്തി, മാതോച്ചി, ഇത്രയും വേഷങ്ങൾ വന്നാലേ നേരം വെളുക്കുള്ളൂ. ഇതിന്റെ അടിയില് ആൾക്കാരെ പിടിച്ചിരുത്താനാണ് ചോദ്യക്കാരൻ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞില്ല നല്ലപ്പള്ളി നാരായണച്ചന്. മൂപ്പര് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പളക്കപ്പള് ഉരുളിക്ക് ഉപ്പേടി പോലെയാണ് പന്തലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരം വെളുക്കണ പോലെ ആൾക്കാർ ചെറിയ നോക്കി അങ്ങനെ ഇരിക്കുക തന്നെ. എന്താ പറയുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് എന്താ കേട്ടോ കാണണേ ഇല്ല പറഞ്ഞ മൂപ്പര് പറയും ഇത്ര ഭാഗം ഇരുട്ടായാന്ന്. എന്നെ കളിയാക്കിയതാണ് ചോദിച്ചാലേ
നിന്നെ കളിയാക്കാൻ 2 ചാക്ക് ബെല്ലം വേണ്ട പറയും. ഇതുപോലുള്ള കൗണ്ടറുകളാണ് നേരം വെളുക്കുന്നവരെ പന്തലിൽ തരുന്നത്. അതാ പറഞ്ഞത്, ഈ കല ഇവിടെ നിലനിൽക്കണം, ഇതിനെ സംരക്ഷിക്കണം. ഇത് വരും തലമുറയ്ക്ക് ഈ കല പകർന്നു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഒരു ജനതയുടെ സംസ്കാരം നിലനിൽക്കുന്നത് അവരുടെ ഓർമ്മകളിലും കലകളിലുമാണ്. എന്തായാലും രണ്ടുപേരും മെനക്കെട്ട് വന്നല്ലേ, അപ്പോ രണ്ടുപേർക്കും ഓരോരോ പാട്ട് അങ്ങോട്ട് പാടി നമുക്ക് പിരിയാം. അതിനിപ്പോ എന്താണ്, ആയിക്കോട്ടെ. താനോ തന്തിനോ തന്തിൽ ഞാന്, താന തന്തിന തന്തിനോ തന്തിൽ ഞാന്, താനോ തന്തിനോ തന്തിൽ ഞാന്, താന തന്തിന തന്തിനോ തന്തിൽ ഞാന്. അങ്ങേക്കുന്നൊരു കുന്നാണ്, ഇങ്ങേക്കുന്നൊരു കുന്നാണ്, ആ കുന്നിന്റെ മുകളിലുണ്ട് ചക്കനിരിപ്പാട്. താനോ തന്തിനോ തന്തിൽ ഞാന്, താന തന്തിന തന്തിനോ തന്തിൽ ഞാന്. മാത്തൂര് കൂത്ത് കാണാൻ നേർത്ത പോകണം, മാത്തൂര് കൂത്ത് കാണാൻ നേർത്ത പോകണം, മാത്തൂര് കൂത്ത് കണ്ടാ നല്ലതാകണം. താനോ തന്തിനോ തന്തിൽ ഞാന്, താന തന്തിന തന്തിനോ തന്തിൽ ഞാന്. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പിറവി കൊണ്ടൊരു പാലക്കാട്. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പിറവി കൊണ്ട് പാമ്പല നാട്. കോട്ടയ്ക്കുള്ളിൽ വാടൊരു നാട്, കോട്ടയ്ക്കുള്ളിൽ വാടൊരു നാട്. കാഴ്ച കണ്ട് മതി മറക്കാൻ മലം വഴിയുണ്ട്. താനോ തന്തിനോ തന്തിൽ ഞാനോ, താന തന്തിന തന്തിനോ തന്തിൽ ഞാനോ, താനോ തന്തിനോ തന്തിൽ ഞാനോ, താന തന്തിന തന്തിനോ തന്തിൽ ഞാനോ, താനോ തന്തിനോ തന്തിൽ ഞാനോ, താന തന്തിന തന്തിനോ തന്തിൽ ഞാനോ.